ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ വലിയ നോമ്പ് അഥവാ വിശുദ്ധ വലിയ നോമ്പ്. ആ നോമ്പിൻ്റെ പകുതിയോളം നാം എത്തിയിരിക്കുന്ന ഈ അവസരത്തിൽ പരിശുദ്ധ നോമ്പ് നമുക്കൊരു തിരിച്ചുവരവിൻ്റേത് ആയിരിക്കണം. അല്പം കൂടി വ്യക്തമാക്കിയാൽ ശൈശവത്തിലേക്ക് നാം മടങ്ങി വരികയാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുവേനെന്ന്. ശൈശവത്തിൻ്റെ അനുഭവം അഥവാ നിഷ്കളങ്ക മനസ്സുള്ളവരായി തീരുന്ന അനുഭവം. രണ്ടാമതായി വിശുദ്ധ വിചാരമുള്ളവരായി തീരുന്ന അനുഭവം. നമ്മുടെ ബോധത്തെയും അവബോധത്തെയും വിശുദ്ധമായി സൂക്ഷിക്കുവാൻ നമുക്ക് കഴിയണം. മനസ്സിനെ അലട്ടുന്നതിനെ ഒഴിച്ച് ലോകമോഹങ്ങളിൽ നിന്നും ഒഴിഞ്ഞ് അതിൽ പരിശുദ്ധാത്മാവിനെ കുടിയിരുത്തുവാൻ നമുക്ക് സാധിക്കണം. മൂന്നാമതായി വിശുദ്ധ ശരീരമുണ്ടാകുക. ഒരു കുഞ്ഞിൻ്റെ ശരീരം അതിൻ്റെ അമ്മ എപ്രകാരമാണോ പരിപാലിക്കുന്നത് അപ്രകാരം നമ്മുടെ ശരീരത്തെയും കൂടാതെ മനസ്സിനെയും നമുക്ക് സൂക്ഷിക്കാം. നാലാമതായി പരമാർത്ഥതയുള്ള നാവ്. സത്യം സംസാരിക്കുന്ന, നല്ല വാക്ക് പറയുന്ന ഒരു നല്ല നാവുണ്ടാകുവാൻ നമുക്ക് ഓരോരുത്തർക്കും ശ്രദ്ധിക്കാം. അഞ്ചാമതായി ആത്മധൈര്യമുള്ളവരാകുക. വിശ്വാസത്തിൽ വേരൂന്നി പ്രത്യാശയിൽ വളർന്ന് ദൈവനാമ മഹത്വത്തിൻ്റെ പൂക്കൾ വിരിയിക്കുവാൻ നമുക്ക് കഴിയണം. വീണ്ടും ദൈവശബ്ദം കേൾക്കുവാനുള്ള അവസരമായി ഈ നോമ്പിൻ്റെ കാലഘട്ടത്തെ നമുക്ക് രൂപാന്തരപ്പെടുത്താം. ഈ ലോകമോഹങ്ങളാകുന്ന ശബ്ദ കോലാഹലങ്ങളിൽ നിന്ന് അല്പം മാറി ദൈവത്തോട് കൂടുതൽ സംവദിക്കുവാനുള്ള അവസരമായി നമുക്ക് ഈ നോമ്പാവസ്ഥയെ കണക്കാക്കാം. ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 3-ാം അധ്യായത്തിൽ യഹോവ ശമൂവേലിനെ വിളിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. 3 തവണ യഹോവ അവനെ വിളിച്ചു. 3 തവണയും അവൻ ഏലി പ്രവാചകന്റെ അടുത്ത് ചെന്ന് അടിയനെ വിളിച്ചുവോ എന്ന് അന്വേഷിക്കുന്നു. അത് യഹോവയാണെന്ന് തിരിച്ചറിയുവാൻ അവന് കഴിഞ്ഞില്ല. 4-ാം തവണയാണ് ഏലി പ്രവാചകൻ അവനെ തിരുത്തി അയക്കുന്നത്. ഇപ്രകാരം 1 അല്ല 2 അല്ല 3 അല്ല 1000 തവണ നമ്മുടെ കർത്താവ് നമ്മളെ വിളിച്ചിട്ടുണ്ടാകില്ലേ? ഏകാഗ്രതയോടെ നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. ഈ നോമ്പാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ആ ഏകാഗ്രത കൈവരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി കൈവിട്ടുപോയ ക്രിസ്തുവിനെ തിരികെ കൊണ്ടുവരുവാൻ നമുക്ക് ശ്രമിക്കാം. ജീവിതത്തിൽ വരുന്ന തെറ്റുകളിലൂടെയും കുറ്റങ്ങളിലൂടെയും എപ്പോഴെങ്കിലും ക്രിസ്തുവിനെ നാം കൈവിട്ടു പോയി എങ്കിൽ അവനെ തിരിച്ചു പിടിക്കാനുള്ള അവസരമാണ് ഈ നോമ്പിൻ്റെ കാലഘട്ടം. ദൈവവും നാമും തമ്മിലുള്ള അകലം കുറയണം. ദൂരം കുറയ്ക്കാൻ നാം വളവ് നികത്തുന്നത് പോലെ നേര് പറഞ്ഞ് വിശ്വാസത്തിൽ ഉറച്ച് നമ്മുടെ കർത്താവിനോട് നമുക്ക് അടുത്തു ചെല്ലാം. ഇന്ന് നാം പറയേണ്ടുന്ന നേര് നാളത്തേക്ക് മാറ്റിയാൽ ഇന്നും നാളെയും നാം നേരില്ലാത്തവരായി ജീവിക്കാൻ ഇടയാകും. വിചാരങ്ങൾക്ക് കരുത്തും ബോധങ്ങൾക്ക് ആഴവുമുള്ളവരായി നാം മാറണം. ജീവിതത്തിൻ്റെ വേഗങ്ങൾക്കും ആവേഗങ്ങൾക്കുമിടയിൽ മങ്ങുകയും അണയുകയും ചെയ്തു പോയ നന്മയാകുന്ന ദീപത്തെ തെളിയിച്ചെടുക്കുവാനുള്ള അവസരമായി ഈ നോമ്പിൻ്റെ കാലഘട്ടം മാറ്റണം. ജീവിതത്തിൻ്റെ ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ നമ്മളുള്ള നന്മയെ നഷ്ടപ്പെടുത്താതെ ഇരിക്കാൻ നമുക്ക് സാധിക്കണം. വീണ്ടും വിചാരത്തിൻ്റെയും വെട്ടിയൊരുക്കലിൻ്റെയും കാലമായിരിക്കണം നമ്മുടെ ഈ നോമ്പിൻ്റെ കാലഘട്ടം. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൽ പറയുന്നു, വസ്ത്രങ്ങളെ അല്ല നിങ്ങളുടെ ഹൃദയങ്ങളെ തന്നെ കീറി യഹോവയുടെ അടുക്കിലേക്ക് തിരിയുവീനെന്ന്. കാഴ്ചപ്പാടിലുള്ള വൈകല്യങ്ങളെ നികത്തുവാനുള്ള അവസരം കൂടിയാണ് നമ്മുടെ ഈ നോമ്പ് കാലം. വാക്കുകൊണ്ട് മറ്റുള്ളവരെ സുഖിപ്പിക്കുന്നവരാകാതെ പ്രവൃത്തി കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരാകാൻ നമുക്ക് ശ്രമിക്കാം. അപ്രകാരം ഏറ്റവും അനുഗ്രഹീതമായ ഒരു നോമ്പിൻ്റെ അവസ്ഥയിലൂടെ നമുക്ക് കടന്നു പോകുവാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ.